ഇപ്പോൾ ഏകദേശം ഒരു 25, 30, 35 വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു മഹനീയമാകുന്ന പരിപാടിയാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദേ ഞങ്ങളൊക്കെ ചെറുപ്പോ ഉസ്താദേ, ഞങ്ങളൊക്കെ ഒരുപാട് ഹറാമുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് ഉസ്താദേ, ഞങ്ങൾ പടച്ചവനോട് ദുആ ചെയ്താൽ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട് അല്ലേ? എന്റെയും നിങ്ങളുടെയും എല്ലാം സംശയമാണ് ഉസ്താദേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദേ, ഞങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹു ഞങ്ങളുടെ തൗബ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. ഏകദേശം ഒരു 8 മാസം മുമ്പ് എന്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ചങ്ങാതി എനിക്ക് മെസ്സേജ് അയച്ചു രാത്രി 12 മണിക്ക്. എന്തെന്നറിയോ ഉസ്താദേ, എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമം ഉണ്ടായിരുന്നു ഉസ്താദേ. എന്നോട് ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദേ എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമമുണ്ടായിരുന്നു ഉസ്താദേ, എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവളുടെ വാപ്പ എനിക്ക് കെട്ടിച്ചു തന്നില്ല ഉസ്താദേ, അവളൊരു ഗൾഫുകാരനെ കണ്ടപ്പോ ഓനെയും കെട്ടി ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് ഒരു സാധുവായ സഹോദരൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞ, ചങ്ങാതി നീ ഇൻഷാ അല്ലാ കാത്തിരിക്ക്, ഒരു 26, 27 വയസ്സൊക്കെ ആകുമ്പോ ഇൻഷാ അല്ലാ അള്ളാഹു നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കൊണ്ടുതരും, നിന്റെ വാപ്പയും ഉമ്മയും നല്ലൊരു കുടുംബ ജീവിതത്തിൽ നയിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ടുതരുമെന്ന് എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്താദേ ഞങ്ങൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? കാരണം ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദേ, ആ പെണ്ണുമായിട്ട് ഞാൻ ഒരുപാട് ഹറാം ചെയ്തു പോയി ഉസ്താദേ, അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ എന്ന പാവപ്പെട്ട സഹോദരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞുടാ ചങ്ങാതി, നീ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് തൗബ ചെയ്തോ, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ എല്ലാം പറഞ്ഞു അൽഹംദുലില്ലാഹ് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പോയി. രാത്രി 2:30 മണിയായപ്പോൾ ഇവൻ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? വേറൊന്നുമില്ല ഉസ്താദേ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയല്ലോ ഉസ്താദേ, ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ കൈ നീട്ടി ദുആ ചെയ്താൽ അള്ളാഹു എന്റെ പാപം പൊറുക്കുമോ ഉസ്താദേ? ഞാനൊരു കാര്യം ചെയ്തോട്ടെ, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, അതിന് പകരമായി ഞാൻ വേറെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചോട്ടെ എന്ന് ഒരു സഹോദരൻ ചോദിക്കുമ്പോ ഞാൻ പറയാ, മോനെ നമ്മൾ എത്ര തിന്മകൾ ചെയ്താലും അള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന. ഇപ്പൊ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും നമുക്ക് തുറക്കാൻ പറ്റാത്ത സമയമാണ്. കാരണം എന്തേ, ഒരുപാട് സഹോദരന്മാര് ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നമ്മൾ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഒരു കാലഘട്ടത്തിൽ വ്യഭിചാരത്തിന്റെയും ലഹരിയുടെയും തിന്മയുടെയും പിന്നാലെ പോയ ഒരാൾ അവസാനം ഇസ്ലാമിന്റെ ഖലീഫയായ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഒരുപാട് പേര് മുസ്ലിം ആകുകയാ, ഒരുപാട് പേര് റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. പലരും അതാ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ മാറി നിൽക്കുമ്പോ അല്ലാഹുവേ, ഇസ്ലാമിന്റെ ധീര പോരാളി അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹക്കുട്ടി എന്ന് അറിയപ്പെടുന്ന ഹംസയുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട പ്രബോധനം നടത്തുമ്പോ ഉമർ തങ്ങളതാ, ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, പടച്ചവനെ ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് മക്കയുടെ തെരുവോരത്തു കൂടി കടന്നു പോകുകയാ. ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദിന്റെ മതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ
പോയാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമർ അറുക്കുന്നതാ എന്നതാ പറയുകയാ, അറിയിക്കുകയാ. പലരും അതാ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാ. ഉമറതാ ധീര പോരാളിയാണല്ലോ. ഉമറിന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. ഉമറതാ തെമ്മാടിയാ, വ്യഭിചാരത്തിന്റെ പുറകിലുണ്ടല്ലോ കടന്നു പോയവരാ, റൗഡിത്തരത്തിന്റെ പുറകിലുണ്ടല്ലോ കടന്നു പോയവരാ. പലരും അതാ പേടിക്കുകയാ. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരാൻ പലരുമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ പേടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് കുതിരയുടെ പുറത്ത് മക്കയുടെ തിരുവോരത്തിലൂടെ ഉമറദാ കടന്നു പോകുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഉമറിനോട് പറയുകയാ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ. ഉമറദാ വിറങ്ങലിക്കുകയാ, ഉമറദാ ദേഷ്യപ്പെടുകയാ. ഫാത്തിമ പോയോ, ഇസ്ലാമിലേക്ക് കടന്നു പോയോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ. അല്ലാഹുവേ, ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവര് ഉമറുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ, ഫാത്തിമയതാ പേടിക്കുകയാ, ഫാത്തിമയതാ സങ്കടപ്പെടുകയാ. ഫാത്തിമയുണ്ടല്ലോ കരയുകയാ. ഉമറങ്ങാനം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഞാനതാ ഇസ്ലാമിലേക്ക് കടന്നു പോയെന്ന് ഉമറതാ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയുണ്ടല്ലോ ഉമറതാ എടുക്കുന്നതാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ. ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്കതാ ഉമറിന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ഉമറതാ ഫാത്തിമയതാ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. ഏതാ ഓതുന്നത്, ഏതാ പാരായണം ചെയ്യുന്നത്? അത്ഭുതങ്ങളുടെ കലവറയാകുന്ന ഖുർആനുണ്ടല്ലോ പടച്ചവരെ. ഫാത്തിമയതാ ഓതുകയാ. ത്വാഹ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആയത്തുകള് പടച്ചവനെ ഫാത്തിമയുണ്ടല്ലോ പാരായണം ചെയ്യുകയാ. ഉമറദാ വീടിന്റെ വാതില് പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നുപോയോ, മുസ്ലിമായോ? ഫാത്തിമയതാ സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാ, ധൈര്യത്തോടെ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകന്റെ മതമുണ്ടല്ലോ, ഇസ്ലാമുണ്ടല്ലോ, ഞാൻ സ്വീകരിച്ചു ഉമറേ. നീയുണ്ടല്ലോ അതിലേക്ക് കടന്നു വരേണ്ടതാ. ഉമറദാ അടിക്കുകയാ, ഉമറദാ ഇടിക്കുകയാ, ഉമറദാ തുഴിക്കുകയാ. ഫാത്തിമയുണ്ടല്ലോ കരയുകയാ. ഫാത്തിമയതാ വേദനിക്കുകയാ, ഫാത്തിമയതാ സങ്കടപ്പെടുകയാ. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് പടച്ചവനെ ചോരയുണ്ടല്ലോ പൊടിക്കുകയാ. ഉമറിന്റെ മനസ്സിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു ഈമാനിന്റെ ആദർശമുണ്ടല്ലോ, ഒരു ഈമാനിന്റെ കണികയുണ്ടല്ലോ ഉമറിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുകയാ. ഉമറദാ അടിയുണ്ടല്ലോ നിർത്തുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ, ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ? ഫാത്തിമയതാ തരില്ല ഉമറേ, ശുദ്ധിയാകാതെ തരില്ല ഉമറേ. ഉമറദാ വീടിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ കിണറ്റിൽ നിന്ന് ഉമറുണ്ടല്ലോ വെള്ളമെടുക്കുകയാ. എന്നിട്ടതാ തലവടി എന്റെ പ്രിയമുള്ളവര് ഒഴിക്കുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ പറയുകയാ, ശുദ്ധിയായി ഫാത്തിമ എനിക്കൊന്ന് ഖുർആൻ ഓതി തരുമോ? ഫാത്തിമയതാ ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ ഉമറിനോട് എന്റെ പ്രിയമുള്ളവരെ പാരായണം ചെയ്യുമ്പോ ഉമറദാ കരയുകയാ, ഉമറദാ വേദനിക്കുകയാ. ഉമറിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാ, റസൂലുള്ള എവിടെ, പ്രവാചകൻ എവിടെ?
മുഹമ്മദ് എവിടെ? ഫാത്തിമയതാ പറയുകയാ, ഇന്ന സ്ഥലത്ത് ഹബീബ് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമയതാ പറഞ്ഞു കൊടുക്കുമ്പോ ഉമറതാ കുതിരപ്പുറത്തേക്ക് കയറുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാ, ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഉമറുണ്ടല്ലോ കടന്നു ചെല്ലുകയാ. സഹാബത്തതാ വിറങ്ങലിക്കുകയാ, സഹാബത്തതാ പേടിക്കുകയാ, സഹാബത്തതാ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലോ, യാ ഹബീബല്ലോ, ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ. ഉമർ ഊരിപ്പിടിച്ച കടാരയായി കടന്നു വരുന്നുണ്ട്. അങ്ങയുടെ തലയെടുക്കാൻ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പോറലേൽപ്പിക്കാൻ ഉമറുണ്ടല്ലോ കടന്നു വരുന്നുണ്ട് നബിയേ. ഓടണം നബിയേ, വിറങ്ങലിക്കണം നബിയേ, പാലായണം ചെയ്യണം നബിയേ. ഇത് കേൾക്കുന്ന ഹംസ തങ്ങളതാ പറയുകയാ, ഉമറുണ്ടല്ലോ നല്ല രീതിയിലേക്കാണ് കടന്നു വരുന്നതെങ്കിൽ ഉമറിന്റെ തലയുണ്ടല്ലോ ഈ ഹംസ എടുക്കൂല. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ ഉമറങ്ങാനം എന്റെ പ്രിയമുള്ളവര് ഓങ്ങിക്കഴിഞ്ഞാൽ ഉമറുണ്ടല്ലോ, ഉമറിന്റെ തലയുണ്ടല്ലോ ഈ ഹംസയതാ അറുക്കുന്നതാ. പടച്ചവരെ, സ്വഹാബത്തതാ വിറങ്ങലിക്കുകയാ. ഉമർ ഇങ്ങനെ കടന്നു വരികയാ. അല്ലാഹുവേ, ഹംസ തങ്ങൾ തടയുകയാ. റസൂലുള്ള ചിരിച്ചുകൊണ്ട് പറയുകയാ, കേറി വാ ഉമറേ, എന്റെ ചാരത്തേക്ക് വാ ഉമറേ, ഭയപ്പെടല്ലേ ഉമറേ, മാറി നിൽക്കല്ലേ ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഹംസ തങ്ങളുടെ കൈയുണ്ടല്ലോ ഉമർ തങ്ങൾ മാറ്റുകയാ. എന്നിട്ടതാ പടച്ചവനെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എനിക്കിന്ന് ഹറാമ് വേണ്ട നബിയേ, എനിക്കിന്ന് തിന്മ വേണ്ട നബിയേ, എനിക്കിന്ന് കള്ള് വേണ്ട നബിയേ, എനിക്കിന്ന് ഗുണ്ടായിസം വേണ്ട നബിയേ, എനിക്കിന്ന് ഇസ്ലാം മതി നബിയേ, ദീന മതി നബിയേ, മുസ്ലിമായാലും മതി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങൾ ചെയ്ത പാപങ്ങളുണ്ടല്ലോ, ഉമർ തങ്ങൾ ചെയ്ത തിന്മകളുണ്ടല്ലോ, ഉമർ തങ്ങൾ ചെയ്ത അപരാധങ്ങളുണ്ടല്ലോ, അള്ളാഹു പുറത്തു കൊടുത്തെന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ജീവിതത്തിൽ അതാ ഹറാമുകൾ ചെയ്തവരാ, എന്നാൽ വ്യഭിചരിക്കാൻ ഞാനും നിങ്ങളും പോയില്ല, കള്ളു കുടിക്കാൻ ഞാനും നിങ്ങളും പോയില്ല, പെണ്ണു പിടിക്കാൻ ഞാനും നിങ്ങളും പോയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉമർ തങ്ങളുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തതുപോലെ അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. അല്ലാഹുവേ, ഒരുപാട് നമസ്കാരങ്ങൾ ഖളാ ആയി പോയി അല്ലാ, ഒരുപാട് നോമ്പുകൾ ഖളാ ആയി പോയി അല്ലാ, ഒരുപാട് പാവങ്ങൾക്ക് കിട്ടേണ്ട സമ്പത്തുണ്ടല്ലോ ഞാനതാ തടഞ്ഞു അല്ലോ, നീ പൊറുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇതൊരു നൂറുകണക്കാണ് പാവപ്പെട്ട ചെറുപ്പക്കാര് അല്ലാഹുവേ അത്തഖ്വ എന്ന് പറയുന്ന മനോഹരമാകുന്ന സംഘടനയുടെ പരിപാടിയാ. ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും ഇസ്രായേൽ വന്നാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും എന്റെ പ്രിയമുള്ളവരെ മംഗലാപുരത്തെ മനോഹരമാകുന്ന വീട്ടിൽ നിന്ന് ഞാനും നിങ്ങളും അതാ വിട പറഞ്ഞു പോയാൽ എന്റെ പ്രിയമുള്ളവരെ ഖബറിൽ ചെന്ന് കിടക്കുമല്ലോ. ആ സമയത്തതാ പടച്ചവനോട് പറയാൻ കഴിയേണ്ടതാ, അല്ലാഹുവേ ഒരു നന്മയെങ്കിലും ചെയ്തു റബ്ബേ, പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തു റബ്ബേ, തിന്മകളിൽ നിന്ന് മാറി നിന്നു റബ്ബേ എന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയേണ്ടതാ. അതുകൊണ്ട് എല്ലാവരും ഒരു ആമീന് പറഞ്ഞു. അല്ലാഹുവേ, നിറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ പാപങ്ങള് അപരാധങ്ങള് നീ പൊറുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട്
നിറഞ്ഞിരിക്കുന്നവരോട് പറയാ, ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തതുപോലെ ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉമർ തങ്ങൾ തൗബ ചെയ്തതുപോലെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത്